2025 ശൈത്യ അയനാന്ത്യ ദിനമായ ഡിസംബർ 22-ന് മുംബൈയിൽ വൈകുന്നേരം 4 മണിയാകുമ്പോഴുള്ള സൂര്യൻ്റെ സ്ഥാനം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിരീക്ഷിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ X110 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. സൂചന: സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് ബോംബെ സെലക്ട് ചെയ്യുക. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കുക. ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കി സൺക്ലോക്ക് ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. Observe the position of sun at 4 p.m. in Bombay on December 22, 2025. Take a screenshot of this and save it to X110 folder in home. Display the time zone map on the sun clock and select Bombay. Applications, Education, Sun clock. ഇത് മാക്സിമൈസ് ചെയ്യുന്നു. ടൂൾ ബോക്സ് ദൃശ്യമാകുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ പ്രവർത്തനം സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക എന്നതാണ്. ഇവിടെ ഈ കീയിൽ ക്ലിക്ക് ചെയ്ത് അത് ദൃശ്യമാക്കുന്നു. ഇനി ബോംബെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ബോംബെ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബോംബെ എന്ന് ദൃശ്യമാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ബോംബെ എന്ന് വന്നു കഴിഞ്ഞു. ഇനി ചെയ്യുവാനുള്ളത് പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കുക എന്നതാണ്. 2025 ഡിസംബർ 22 വൈകുന്നേരം 4 മണി. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 30 ജനുവരി 2025 ആണ്. അപ്പോൾ ഡിസംബറിലേക്ക് പോകണമെങ്കിൽ 11 മാസം മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. ഡേറ്റ് ക്രമീകരിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ഇവിടെ പ്രോഗ്രസ് വാല്യൂവിൽ മാറ്റം വരുത്തുന്നു. ജി എന്ന കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് അത് 1 മാസമാക്കി മാറ്റുന്നു. ഇനി മുന്നിലേക്ക് പോകാം. മുന്നിലേക്ക് പോകണമെങ്കിൽ എയും പിന്നിലേക്ക് പോകണമെങ്കിൽ ബിയും ക്ലിക്ക് ചെയ്താൽ മതി. എയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് ക്രമീകരിക്കുക. ഡിസംബറിൽ എത്തുന്നതുവരെ ക്ലിക്ക് ചെയ്യുക. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഇങ്ങനെ ഡിസംബർ വരെ. ഡിസംബർ 26 നമുക്ക് ഡിസംബർ 22 വേണ്ടത്. അപ്പോൾ പിന്നിലേക്ക് പോകേണ്ടി വരും. 6 ദിവസം പിന്നിലേക്ക് പോകണം. അതുകൊണ്ട് ഇവിടെ പ്രോഗ്രസ് വാല്യൂ ദിവസമാക്കണം, 1 ഡേ ആക്കണം. ജിയിൽ ക്ലിക്ക് ചെയ്യുന്നു. 1 മിനിറ്റായി, 1 അവർ, 1 ഡേ ആയി. ഇനി ബിയിൽ ക്ലിക്ക് ചെയ്ത് പിന്നിലേക്ക് പോകാം. ബിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. 25ആയി, 24, 23. ഇനി ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം. 22ആയി. ഇപ്പോൾ ഇവിടെ സമയം നോക്കുക. 5 മണിയാണ് ഇവിടെ സമയം കാണിക്കുന്നത്. നമുക്ക് 4 മണിയാണ് വേണ്ടത്. അപ്പോൾ പിന്നിലേക്ക് 1 മണിക്കൂർ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ 1 ഡേ എന്നത് മാറ്റിയിട്ട് പ്രോഗ്രസ് വാല്യൂ 1 മണിക്കൂറാക്കണം, 1 അവർ ആക്കണം. ഇവിടെ 1 അവർ എന്നാക്കുന്നു. 1 അവറായി. ഇനി ബി എന്നതിൽ ക്ലിക്ക് ചെയ്ത് പിന്നിലേക്ക് പോകുന്നു. ഇപ്പോൾ 4 മണിയായി. 16 എന്നത് 4 മണിയാണ്. കാരണം 24 മണിക്കൂർ ഫോമാറ്റാണ്. ഇനി സൂര്യനെ ദൃശ്യമാക്കണം. അതിന് Y എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സൂര്യൻ ദൃശ്യമായിട്ടുണ്ട്. ഇനി കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ എന്ന കീയിൽ അമർത്തുന്നു.
പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ ചിത്രമുണ്ടായിരിക്കും. നമുക്കത് തുറക്കാം. പിക്ചേഴ്സ് ഫോൾഡർ തുറക്കുന്നു. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ചെയ്യുന്നു. റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് റീനെയിം ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന് പേര് നൽകുന്നു. റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇത് റീനെയിം ചെയ്തു. ഇനി ഇത് കോപ്പി ചെയ്യുന്നു. ഹോമിലെ X&N ഫോൾഡറിൽ ഇത് പേസ്റ്റ് ചെയ്യുന്നു. ചെയ്തതെല്ലാം ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണമെങ്കിൽ ഇതൊന്ന് തുറന്നു നോക്കാം. സൂം ചെയ്തിട്ട് പരിശോധിക്കാം. സൂര്യനെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റു വിവരങ്ങളും ലഭ്യമാവും.